ലീഗിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ അതിന് കോൺഗ്രസ് വിചാരിച്ചാൽ മതി എന്ന് പറയുകയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഉണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് സാദിഖ് അലി തങ്ങളുടെ ഈ പ്രതികരണം. കോൺഗ്രസ് വിചാരിച്ചാലേ നടക്കും. മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും കേരളം സ്റ്റേറ്റ് 2 എന്നാണ് കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു അടയാളം. അത് പാർട്ടിയുടെ പൊതുവെ ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ. അത് തീർച്ചയായിട്ടും കുഞ്ഞാലി സാഹിബ് തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതായത് സംശയമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി ആളെ കണ്ടെത്തി പറയുകയല്ല, ആളെ പേര് തന്നെ നന്നായി PK കുഞ്ഞാലിക്കുട്ടി ചിരിച്ച് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാ വേറെ ആരില്ല, മുന്നിൽ നിന്ന് നയിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് പറ്റുള്ളൂ എന്ന് പറയുകയാണ്. എന്തായാലും UDF നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഇതാ മുഖ്യമന്ത്രി കുപ്പായത്തിനായിട്ട് ലീഗിൽ നിന്നും ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അരുൺ അമൃത്നാഥ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മാധ്യമങ്ങളാണോ ചോദിച്ചത് ലീഗിൽ നിന്ന് എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന്? PK കുഞ്ഞാലിക്കുട്ടി ഇതിനോട് എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? ആര്യ, അക്ഷയ, ഈ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച മാ ഫെസ്റ്റിവൽ മനസ്സ് തുറന്ന് എന്നൊരു സെഗ്മെന്റിലാണ് ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തത്. അതിൽ അക്ഷരാർത്ഥത്തിൽ തങ്ങൾ മനസ്സ് തുറന്നിരിക്കുകയാണോ എന്നാണ് രാഷ്ട്രീയ കേരളം എന്തായാലും ഉറ്റുനോക്കുന്നത്. തങ്ങൾ നടത്തിയ പരാമർശത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്ന ഉപമുഖ്യമന്ത്രി പദവും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ ലീഗിന്റെ ലീഡറായി മുന്നിൽ നിന്ന് തന്നെ നയിക്കുമെന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രധാനമായും അവതാരകന്റെ ഈ മോഡറേറ്ററുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: CH ശേഷം ഒരു മുഖ്യമന്ത്രി ഏറെക്കാലമായി ലീഗിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തവണ അങ്ങനെ ആയാൽ താൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഹാസ്യരൂപേണ തങ്ങൾ പറഞ്ഞു വെച്ചത് മുഖ്യമന്ത്രി കോൺഗ്രസ് വിചാരിച്ചാൽ അതിന് തടസ്സമൊന്നും ഉണ്ടാകില്ല, മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ എന്ന് തങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി ലീഗ് ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേരള സ്റ്റേറ്റ് 2 എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ലേബൽ. അതുകൊണ്ട് അത് ഉറപ്പാണ് എന്നും അവിടെ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ഏറെക്കാലമായി നിൽക്കുന്ന ഒരു അഭ്യൂഹമാണ് കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി അത് ലീഗ് ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഈ വേദിയിൽ സാദിഖ് അലി തങ്ങൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, PK കുഞ്ഞാലിക്കുട്ടി ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റിലേക്ക് കടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ പ്രസ്താവനകൾ വെച്ച് അതിനെ അങ്ങനെ വിലയിരുത്തപ്പെടുന്നതും ഉണ്ടായിരുന്നു. അവിടെയാണ് ലീഗ് വീണ്ടും നയം വ്യക്തമാക്കിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി തന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ എന്തായാലും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ലീഡർ എന്ന മുസ്ലിം ലീഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, UDF ഈ തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അവിടെ കോൺഗ്രസിന്റെ ഉള്ളിലെ ചോദ്യം ആരാകും മുഖ്യമന്ത്രി എന്നാണെങ്കിൽ ലീഗിന്റെ ലക്ഷ്യം അത് ഉപമുഖ്യമന്ത്രി പദം എന്ന് തന്നെയാണ് എന്നുള്ള ശ്രദ്ധേയമായ സാദിഖ് അലി തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഈ ഒരു പരിപാടിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അക്ഷയ, ആര്യ. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകുന്നത്.